ഏഷ്യ കപ്പിൽ ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങാതെ ടീം ഇന്ത്യ PCB ചെയർമാൻ കൂടിയായ ACC പ്രസിഡന്റ് മഹസിൻ നഖ്വിയിൽ നിന്നാണ് ഭാരതത്തിന്റെ ടീം ട്രോഫി ഏറ്റുവാങ്ങാതിരുന്നത്. നിഖിൽ കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നിഖിൽ, എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ ടീം ഈ ട്രോഫി ഏറ്റുവാങ്ങാതിരുന്നത് എന്നതിന്റെ വിശദീകരണം എന്താണ് ടീം ഇന്ത്യ നൽകുന്നത്? ഗൗതം, തീർച്ചയായും. അതായത് ഈ ഏഷ്യ കപ്പ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ, ആദ്യ മത്സരം മുതൽ തന്നെ വലിയ ചർച്ചയായതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഭാരതം പാകിസ്ഥാനെ നേരിടുന്ന ഓരോ മത്സരത്തിലും വലിയ ചർച്ചയായ കാര്യങ്ങൾ, ഓരോ വിഷയങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ അത് ഹസ്തദാനം സംബന്ധിച്ച കാര്യമായിരുന്നെങ്കിൽ, രണ്ടാം മത്സരത്തിൽ പാക് താരങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെയാണ് എന്തായാലും ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭാരതം കിരീടം ചൂടുന്നു. കിരീടം ഏറ്റുവാങ്ങാതെ ഇന്ത്യൻ ടീം ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ച. ഒപ്പം കിരീടമില്ലാതെ സെലിബ്രേഷൻ, വിജയാഹ്ലാദം നടത്തുന്ന ടീമിന്റെ ദൃശ്യങ്ങളും എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം പല താരങ്ങളും കിരീടമില്ലാതെ കിരീടവുമായി പോസ് ചെയ്യുന്ന രീതിയിൽ പോസ് ചെയ്തുള്ള ചിത്രങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം പാകിസ്ഥാൻ ബന്ധം, അതായത് പാകിസ്ഥാനെതിരെയുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ പോലും പലതും ഉപേക്ഷിക്കുന്ന സാഹചര്യം, പല ലീഗുകളിൽ നിന്ന് പാകിസ്ഥാൻ ലെജൻസിനെതിരെയുള്ള മത്സരങ്ങളടക്കം ഭാരതത്തിന്റെ ലെജൻസ് ടീം ഉപേക്ഷിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ ഏഷ്യ കപ്പ് മത്സരം എന്തായാലും വരുന്നത്. അപ്പം ഈ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ ചിരവൈരികൾ എന്ന് പറയാമെങ്കിലും അങ്ങനെ വിളിക്കരുത് എന്നാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പോലും പറഞ്ഞത്. കാരണം ചിരവൈരികൾ അല്ലെങ്കിൽ ഒരു റൈവൽറി ഒക്കെ നടക്കുകയാണെങ്കിൽ തങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന ടീമിനടുത്താണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം എന്ന തരത്തിൽ പുച്ഛിച്ച് തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും അങ്ങനെ അത്തരത്തിൽ പാകിസ്ഥാനെതിരെ മത്സരത്തിന് ഭാരതം ഇറങ്ങുന്നു. ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി, അതായത് വ്യക്തമായ മേൽക്കൈയോടുകൂടി പാകിസ്ഥാനെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച. അന്ന് മത്സരത്തിന് ശേഷം, അതായത് മത്സരത്തിന് മുൻപ് ടോസ് ഇട്ടപ്പോഴും മത്സരത്തിന് ശേഷം, മത്സരം കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യൻ നായകനോ ഇന്ത്യൻ താരങ്ങളോ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നടത്താതെ ഗ്രൗണ്ട് വിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെയാണ് രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്നത്. രണ്ടാം മത്സരം സൂപ്പർ ഫോറിലായിരുന്നു. സൂപ്പർ ഫോറിലെ മത്സരത്തിലും ഈ ഹസ്തദാന വിവാദം അടക്കം ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യ മത്സരത്തിൽ ഭാരതത്തിന് അനുകൂലമായി നിലപാടെടുത്ത മാച്ച് റഫറിയെ മാറ്റണം എന്ന തരത്തിൽ പരാതി അടക്കം ഈ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ തങ്ങൾ പല മത്സരം കളിക്കാൻ ഇറങ്ങില്ല എന്ന് പോലും പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ എന്നാൽ മാച്ച് റഫറിയെ മാറ്റാൻ തയ്യാറാവാതിരിക്കുന്നു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി പാകിസ്ഥാൻ കളിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രണ്ടാം മത്സരത്തിൽ തുടർച്ചയായി ചില പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒന്ന്, അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ഒരു തോക്കിന്റെ മാതൃകയിൽ ഒരു ആഹ്ലാദം നടത്തുന്ന പ്രകടനം, ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം പറയേണ്ട കാര്യം ഹാരിസ് റൌഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില ഒരു നടപടികളാണ്. അതായത് ഒരു യുദ്ധവിമാനം ലാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആംഗ്യം ഹാരിസ് റൌഫ് കാണിക്കുന്നു. ഒപ്പം 6-0 എന്ന രീതിയിലുള്ള ആംഗ്യഭാഷയൊക്കെ ഹാരിസ് റൌഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഇന്ത്യൻ താരങ്ങൾക്ക് നേരെ ഒരു പ്രകോപനം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രകോപനത്തിൽ വീഴാത്ത ഇന്ത്യൻ താരങ്ങൾ കൃത്യമായി ഇതിനുള്ള മറുപടി ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നൽകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഫൈനൽ മത്സരത്തിലേക്ക് വരുന്നത്. ഈ ഫൈനലിന് തൊട്ടു മുൻപായി തന്നെ ഇന്ത്യൻ ടീമിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. കാരണം BCCIയുടെ ഒഫീഷ്യൽസ് ആരും ഇന്നലത്തെ മത്സരത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതായത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ BCCIയുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നതാണ് പ്രധാന കാരണം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ, അതായത് ഈ ട്രോഫി വിതരണം ചെയ്യുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റും ഒപ്പം പാകിസ്ഥാൻ മന്ത്രി കൂടിയായ നഖ്വിയാണ് എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് BCCIയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. അതായത് ഈ ചടങ്ങിൽ, ഫൈനലിന് ശേഷമുള്ള ചടങ്ങിൽ BCCI ഒഫീഷ്യൽസ് ആരും പങ്കെടുക്കില്ല എന്നൊരു വിവരം ലഭിക്കുന്നു. ഇതോടൊപ്പം എടുത്തു പറഞ്ഞ കാര്യം, ഈ കിരീടം ഭാരതം ചൂടിയാൽ ആ കിരീടം ഏറ്റുവാങ്ങില്ല ടീം ഇന്ത്യ, ഈ ACC പ്രസിഡന്റ് നഖ്വിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങില്ല എന്നും ഒരു അനൌദ്യോഗികമായ വിവരം ലഭിക്കുന്നു. ഇതിന് പിന്നാലെയാണ് എന്തായാലും മത്സരം നടക്കുന്നത്. മത്സരത്തിന് ശേഷം ഇത് കൃത്യമായി സ്ഥിരീകരിക്കുന്നു. ACC പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഭാരതം ടീം ഈ കിരീടം ഏറ്റുവാങ്ങില്ല എന്ന് അവിടെ തന്നെ, അതായത് ഈ ആങ്കർ തന്നെ, അതായത് സൈമൺ ഡിയോൾ എന്ന ആങ്കർ തന്നെ അവിടെ തന്നെ അനൗൺസ് ചെയ്യുന്നു, ടീം ഇന്ത്യ ഈ ഒരു ട്രോഫി കളക്ട് ചെയ്യുന്നില്ല എന്ന് ഔദ്യോഗികമായി അവിടെ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അല്പം മുമ്പ് ഗൗതം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നൊരു ഒരു പ്രതികരണം വന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കളിക്കളത്തിനകത്തും പുറത്തും ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പ്രധാനമന്ത്രി പോലും പറഞ്ഞത്. അതുതന്നെയാണ് ടീമിലെ താരങ്ങളും പറയുന്നത്. അതായത് ഓരോ മത്സരത്തിന് ശേഷം, ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത് ഇത് ഭാരതത്തിലെ ഓരോ പട്ടാളക്കാരനും ഓരോ ജവാനും സമർപ്പിക്കുന്നു എന്നാണ് സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത്. അങ്ങനെ കളിയിലെ താരങ്ങളാവുന്ന ഓരോ താരങ്ങളും
മത്സരത്തിന് ശേഷം പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. അതായത് ഒഫീഷ്യൽ പ്രസന്റേഷൻ സെറിമണിയിൽ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പരാമർശിക്കുന്നു. നിഖിൽ, വളരെ ശ്രദ്ധേയമായ മറ്റൊന്ന്, നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളാണ്. പാകിസ്ഥാനുമായുള്ള ആദ്യ മത്സരത്തിൽ ഹസ്തദാനം നൽകാൻ സൂര്യകുമാർ യാദവ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം എക്സിൽ തന്നെ കുറിച്ചിരിക്കുന്നത് ഈ മാച്ച് ഫീ പൂർണ്ണമായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവർക്ക് നൽകും എന്നാണല്ലോ. നിഖിൽ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഭാരതത്തിൻ്റെ ടീം കളിക്കളത്തിലും പുറത്തുമെടുക്കുന്ന കരുത്തുറ്റ ദേശീയ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. ഏഷ്യ കപ്പ് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പാകിസ്ഥാനോട് കടുത്ത നിലപാട് നമ്മുടെ ടീം സ്വീകരിക്കുന്നുണ്ടായിരുന്നു, സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം. ഇപ്പോൾ ഈ ഏഷ്യ കപ്പ് കിരീടം ചൂടിയതിന് ശേഷം സൂര്യകുമാർ എക്സിൽ കുറിച്ചിരിക്കുന്നത് മാച്ച് ഫീ പൂർണ്ണമായി തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരകളായ ആളുകൾക്ക് നൽകുമെന്നതാണ്. തീർച്ചയായും ഗൗതം, അത് തന്നെയാണ്. കാരണം സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തു നിന്ന് ഈ ഏഷ്യ കപ്പ് തുടങ്ങിയപ്പോൾ മുതൽ വരുന്ന പ്രതികരണങ്ങളൊക്കെ അത്തരത്തിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് തന്റെ മാച്ച് ഫീ പൂർണ്ണമായും ഈ ഒരു ആർമിക്കും ഒപ്പം തന്നെ അവരുടെ ഈ സൈനികരുടെ ഫാമിലിക്കും ഒപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ അപകടം പറ്റിയവർക്ക് ഇരകളായവർക്ക് തന്റെ മാച്ച് ഫീ പൂർണ്ണമായും നൽകും എന്നൊരു പ്രതികരണമാണ് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അത് അത്യന്തം അഭിനന്ദനാർഹമായ ഒരു നടപടി തന്നെയാണ് സൂര്യകുമാറിന്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ഈ ഇന്ത്യ പാക് മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ സൂര്യകുമാർ യാദവ് എടുത്ത നിലപാട് മത്സരത്തിന് ശേഷം അത് പ്രസന്റേഷൻ സെറിമണിയിൽ തന്നെ അത് പറയുന്നു. അതായത് ഈ വിജയം തങ്ങൾ രാജ്യത്തെ സൈനികർക്ക് സമർപ്പിക്കുന്നു, ഇത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് ഇന്ത്യൻ നായകൻ ഒരു ക്രിക്കറ്റ് വേദിയിൽ അതിനുശേഷമുള്ള പ്രസന്റേഷൻ സെറിമണിയിൽ തന്നെ പറയുന്നു. ഈ നിലപാട്, അത് ഉറച്ച നിലപാട് ഉറക്കെ പറയാൻ സൂര്യകുമാർ യാദവ് കാണിക്കുന്ന ധൈര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒപ്പം ഓരോ മത്സരത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ, ഹസ്തദാനം അടക്കമുള്ള തീരുമാനങ്ങൾ, ഹസ്തദാനം വേണ്ട എന്നടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതോടൊപ്പം ഈ മത്സരശേഷം ഇങ്ങനെ തന്നെ, അതായത് ഒരു ലോകവേദിയിൽ, അതായത് എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ ഇങ്ങനെ രാജ്യത്തെ സൈനികരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സൂര്യകുമാർ യാദവിന്റെ നിലപാട് എന്തായാലും വലിയ രീതിയിൽ പ്രശംസനാർഹനീയം തന്നെയാണ്. ഒരു കാര്യം തന്നെയാണ് സൂര്യകുമാറിന്റെ നിലപാടെന്ന് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. ഒപ്പം ഇന്നലെ ഈ ട്രോഫി വാങ്ങണ്ട എന്നൊരു തീരുമാനം അത് BCCI എടുക്കുമ്പോഴും പൂർണ്ണമായും അതിനെ പിന്തുണച്ചുകൊണ്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല, എന്തുകൊണ്ട് തങ്ങൾക്ക് ട്രോഫി വേണ്ട എന്നുള്ളത് കൃത്യമായി സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തങ്ങൾ വിജയികളാണ്, അതിന് ട്രോഫി വേണം എന്ന് നിർബന്ധമില്ല, തങ്ങൾ വിജയികളാണ് എന്നും ഉറക്കെ പറയുന്നു. വർഷങ്ങളായി തന്നെ ഈ അതിർത്തിയിൽ ഉണ്ടാകുന്ന രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ, ഭാരതത്തിനും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, ആ പിരിമുറുക്കങ്ങളൊക്കെ ക്രിക്കറ്റ് കളത്തിലേക്ക് എത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ ടീം എനിക്ക് തോന്നുന്നു ഒരു പടി കൂടി കടന്ന് കടുത്ത നിലപാടുകൾ സൈന്യത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി കൂടുതൽ കരുത്തുറ്റ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ടീം ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് മാറുകയല്ലേ നിഖിൽ? തീർച്ചയായും. അതായത് തങ്ങളുടെ രാജ്യമാണ് വലുത്, തങ്ങൾക്ക് കവചമൊരുക്കുന്ന പട്ടാളക്കാരാണ് വലുത് എന്ന് ലോകവേദിയിൽ ഉറക്കെ പറയുന്ന ഇന്ത്യൻ ടീം, അതുതന്നെയാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായി ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒപ്പം തന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തുന്ന ഒരു ടീം ആറ്റിറ്റ്യൂഡും എന്തായാലും ശ്രദ്ധേയമാണ്. കാരണം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹാരിസ് റൌഫ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം, അല്ല കഴിഞ്ഞ മത്സരത്തിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആംഗ്യം കാണിക്കുന്നു. അതായത് ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആംഗ്യം കാണിക്കുന്നു, 6-0 എന്നൊക്കെ കാണിക്കുന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞ ഹാരിസ് റൌഫിന് ഇന്നലെ ഹാരിസ് റൌഫിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് സ്റ്റംപ് തെറിപ്പിച്ചുകൊണ്ട് ജസ്പ്രീത് ബുംറ തിരിച്ച് അതേ ആംഗ്യഭാഷ കാണിക്കുന്നു. അതോടൊപ്പം ഹാരിസ് റൌഫിന് ഇന്നലെ 3.4 ഓവറിൽ 50 റൺസാണ് ടീം ഇന്ത്യ നേടിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇങ്ങോട്ട് ചൊറിഞ്ഞ ഹാരിസ് റൌഫിനെ തന്നെ തെരഞ്ഞു പിടിച്ച് അടിച്ച് ജയിക്കുന്ന ടീം ജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ എന്തായാലും കാണാൻ സാധിച്ചു. ഇതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്നലെ മത്സരത്തിന് ശേഷം ദുബായിലെ പാകിസ്ഥാൻ ആരാധകർ അവർ വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ വാർത്താ ഏജൻസി നൽകിയ പ്രതികരണങ്ങളൊക്കെ പറഞ്ഞത്, ഹാരിസ് റൌഫ് അടിമേടിച്ചില്ലായിരുന്നെങ്കിൽ, ഹാരിസ് റൌഫ് തുടർച്ചയായി സിക്സറുകളും ഫോറുകളും വീഴ്ത്തി ഇല്ലായിരുന്നെങ്കിൽ തങ്ങൾ ഒരുപക്ഷെ വിജയിച്ചേനെ എന്നാണ് പാകിസ്ഥാൻ ആരാധകർ പോലും പറയുന്നത്. അതായത് ആരാധകരൊക്കെ ഹാരിസ് റൌഫിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാൻ താരങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ പ്രകോപനങ്ങൾക്കും ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും കൃത്യമായി മറുപടി നൽകുന്ന ഒരു ടീം ഇന്ത്യ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തുന്ന ഒരു ടീം ഇന്ത്യയെ നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. അതായത് ഇങ്ങോട്ട് പറയുന്നതിന് തിരിച്ചങ്ങൾ കേട്ടോണ്ടിരിക്കില്ല എന്ന് തന്നെ പറയുന്ന ഒരു ടീം ഇന്ത്യ. അതിൽ നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം അത് എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. അദ്ദേഹത്തിന്റെ ഓരോ നടപടികളും എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. ഇത് ഓരോ
അവസരങ്ങളിലും കൃത്യമായി അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നു. അത് ഹസ്തദാനം അടക്കമുള്ള കാര്യത്തിലാണെങ്കിൽ കൃത്യമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി മറ്റൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. BCCയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതായത് തങ്ങൾ അത് രാത്രിയിൽ തന്നെ വന്നതാണ്. അതായത് തങ്ങൾ ഏഷ്യാകപ്പ് സ്വീകരിക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി നിലപാടെടുത്തതാണ് എന്നും BCCയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഒരു നിലപാട് വന്നിട്ടുണ്ട്, ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് BCC സെക്രട്ടറി ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നവംബറിൽ നടക്കാനിരിക്കുന്ന ICC ഒരു യോഗമുണ്ട്, ICCയുടെ ഒരു യോഗമുണ്ട്. അതിൽ ഈ ACC ചെയർമാനെതിരെ, അതായത് ഈ നഖ്വിക്കെതിരെ തങ്ങൾ പരാതി നൽകും എന്ന് പറയുന്നുണ്ട്. കാരണം ഭാരതത്തിനെതിരെ തുടർച്ചയായി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി അല്ലെങ്കിൽ പ്രസിഡന്റായി വെക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അയാളെ മാറ്റണം എന്ന് തന്നെ ആവശ്യപ്പെടും എന്നും BCCയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഒരു ഔദ്യോഗിക നിലപാട് എന്തായാലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു വാർത്താ ഏജൻസിയാണ് ഈ BCC സെക്രട്ടറി ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ പ്രതികരണങ്ങൾ ടീമിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഈ നിലപാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല താരങ്ങൾ, പഴയ താരങ്ങൾ അടക്കമുള്ളവ രംഗത്ത് വരുന്നുണ്ട്. പഴയ താരങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം എന്തായാലും ടീം ഇന്ത്യയുടെ ഈ ഒരു നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് എന്തായാലും രംഗത്ത് വരുന്നുണ്ട്. ഒപ്പം താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ താരങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും അടക്കമുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ കിരീടം കയ്യിലില്ലാതെ കിരീടവുമായി വിജയാഹ്ലാദം നടത്തുന്ന ചില ചിത്രങ്ങൾ അത് പല താരങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ശുഭ്മാൻ ഗില്ലിന്റെയാണ്. ശുഭ്മാൻ ഗില്ലും ഒപ്പം തന്നെ അഭിഷേക് ശർമ്മയും ചേർന്ന ഒരു കിരീടം കയ്യിൽ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത് സമാനമായ രീതിയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചിത്രം, കിരീടമില്ലാതെ ചിത്രം ശുഭ്മാൻ ഗില്ല് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പല താരങ്ങളും ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം നമ്മൾ കണ്ടതാണ് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു വിജയ നിമിഷം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനാണ് ഈ മെസ്സിയും രോഹിത് ശർമ്മയും ഒക്കെ നടത്തിയ കപ്പുമായി വന്ന് നടത്തിയ സെലിബ്രേഷൻ. അതും കപ്പില്ലാതെ വന്ന് നടത്തുന്ന, കളിക്കളത്തിൽ നടത്തുന്ന ഒരു കാഴ്ചയും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയും കടുത്ത നിലപാട് പാകിസ്ഥാനെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കളിക്കളത്തിന് അകത്ത് കൃത്യമായി അതായത് തങ്ങളെ അത് മത്സരം ബഹിഷ്കരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മത്സരത്തിൽ കളിക്കുക, ജയിക്കുക, ജയിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാട് ഉറക്കെ വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയാണ് ടീം ഇന്ത്യയുടെ നിലപാട്. അത് തന്നെയാണ്, അതിന് തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രതികരണം കൂടി ഇന്നലെ മത്സരത്തിന് ശേഷം വന്നിരുന്നു. അതായത് ട്രോഫി എന്ന് പറയുന്നത് ഞങ്ങൾ കളിക്കുന്നത് ട്രോഫിക്ക് വേണ്ടിയിട്ടില്ല, വിജയത്തിന് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെ സൂര്യകുമാർ യാദവ് എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഗൗതം. യെസ്, വളരെ നന്ദി നിഖിൽ കുമാർ. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യാ കപ്പിൽ ഇന്നലെ നടന്ന ഐതിഹാസികമായ സൂപ്പർ സൺഡേ മാച്ചിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന് ധാരാളം കമൻറ്റുകൾ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് വരുന്നു. ഭാരതത്തിൻ്റെ ടീമിന് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് മുഴുവൻ നിറയുന്നത്. അതിൽ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തെ പാകിസ്ഥാനികൾ ഇതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. അത് ഈ മലപ്പുറത്ത് മാത്രമല്ല ഇത്തരം ആളുകളുള്ളത്. അതായത് എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ പണ്ട് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില അതിതീവ്ര മതസ്വഭാവമുള്ള ആൾക്കാരുടെ പ്രശ്നം അസറുദ്ദീൻ സെഞ്ചുറി എടുക്കണം, പക്ഷേ ഇന്ത്യ തോക്കണം, ഇത്തരം നിലപാടുണ്ടായിരുന്നു. അതായത് അസറുദ്ദീൻ സെഞ്ചുറി എടുക്കുന്നതിൽ അവർക്ക് ആഹ്ലാദമുണ്ട്, പക്ഷേ ഇന്ത്യ തോക്കുകയും വേണം, പാകിസ്ഥാൻ ജയിക്കണം. അപ്പോൾ ഇത് മലപ്പുറത്ത് മാത്രമല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ക്രിക്കറ്റ് നമ്മുടെ വികാരമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സ്പോർട്സ് കായിക ഇനമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായി മത്സരിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രത്തോട് എന്തെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തൊരു സ്നേഹം ഈ രാഷ്ട്രത്തോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരതം ജയിക്കണമെന്ന് തന്നെയായിരിക്കും. പക്ഷേ ചില അതിതീവ്ര മതസ്വഭാവം കാണിക്കുന്ന ആളുകൾ പാകിസ്ഥാനോട് കൂറ് പുലർത്തുകയും ഇന്ത്യൻ ടീം തോക്കുമ്പോൾ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല, അത് നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും.